ഹായ് ഗൈസ്, എല്ലാവർക്കും ജീസസ് യൂത്ത് കെയ്റോസ് ബഡ്സ് ഒരുക്കുന്ന പുൽക്കൂടിലേക്ക് ഒരു തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം. നമ്മൾ 24-ാം ദിവസത്തിലേക്ക് എത്തി അല്ലേ? എങ്കിൽ നമുക്ക് മനോരച്ചനെ കേൾക്കാം. ഹായ് കൂട്ടുകാരെ, നമ്മുടെ ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് എത്താനുള്ള ഏറ്റവും അടുത്ത ദിവസമായി 24-ാമത്തെ ദിവസം. എവിടം വരെയായി നമ്മുടെ ആഘോഷങ്ങളൊക്കെ? വീട്ടിൽ പുൽക്കൂടിടുന്നു, നക്ഷത്രം തൂക്കുന്നു, കുറേ തോരണങ്ങളൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ച വീടുകൾ നമ്മൾ മനോഹരമാക്കുന്നു, നല്ല ഭക്ഷണങ്ങൾ ഒരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവൂ? ഇന്ന് ഈശോയുടെ ജനനം നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതാണ് കേട്ടോ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥപൂർണമായ ക്രിസ്മസ് ആഘോഷം, ദിവ്യബലി. ഇന്ന് നമ്മൾ കുർബാനയിലേക്ക് പോയി പ്രാർത്ഥിക്കുക, ഈശോയെ എൻ്റെ ജീവിതത്തിൽ രക്ഷകനായിട്ട് എന്നും നീ ഉണ്ടാകണമെന്ന്. ഈ ഒരു ആഘോഷം എപ്പോഴും പരിശുദ്ധ കുർബാനയിലൂടെ ആ ഒരു ആഘോഷം നമ്മൾ അനുഭവിച്ചറിയുവാൻ, ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സ്നേഹമൊക്കെ എന്നും നമ്മുടെ ജീവിതത്തിൽ ഈശോ ജനിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, ഉണ്ണീശോയെ നിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ, നിന്റെ രക്ഷകനെ നാഥനുമായ ഉള്ളിൽ സ്വീകരിച്ച് നല്ല വിശുദ്ധരായ മക്കളായിട്ട് വഴി നടത്തണമേ എന്ന് ഉണ്ണിച്ചോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. മനോജൻ നമ്മോട് പറഞ്ഞതുപോലെ ഈശോ ലോകരക്ഷകനും ഏകരക്ഷകനും നമ്മുടെ രക്ഷകനുമാണ്. ഈ ക്രിസ്മസിൽ ആ രക്ഷ നമുക്ക് സ്വന്തമാക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുണ്യത്തിന്റെ പൂമത്തിലേക്ക് ഈ പുണ്യത്തിന്റെ പൂ നമുക്ക് ചാർത്തി വെക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ക്രിസ്മസിന്റെ ഒരുക്കത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ? അപ്പൊ നമ്മുടെ പൂമത്ത ഏതാണ്ട് തീരാറായി. ഇന്ന് ഞാനിവിടെ ഒട്ടിക്കാൻ പോകുന്നത് രക്ഷയുടെ ഒരു പൂവാണ്. കാരണം ഉണ്ണീശോ നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ വന്നു പിറന്നു എന്നാണ് മനോജ് അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാനിവിടെ രക്ഷ എന്നാണ് എഴുതുന്നത്. ഇതാണ് നമ്മുടെ 24-ാമത്തെ പൂ. ഞാൻ ഇതിവിടെ ഒട്ടിക്കാൻ പോവാണ് പൂമെത്തയില്. അങ്ങനെ നമ്മുടെ ഉണ്ണീശോയുടെ പൂമെത്തയുടെ 24-ാമത്തെ പൂവും നമ്മളിപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. അപ്പൊ നമുക്ക് നാളെ കാണാം. ബൈ. സുഹൃജപത്തോടു കൂടി പ്രാർത്ഥിച്ച് ഇന്നത്തെ തീർത്ഥാടനം നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കിന്നത്തെ സുഹൃജപം ഏറ്റുചൊല്ലാം. എന്റെ രക്ഷയ്ക്കായി ഭൂമിയിൽ വന്ന് പിറന്ന ഉണ്ണീശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എന്റെ രക്ഷയ്ക്കായി ഭൂമിയിൽ വന്ന് പിറന്ന ഉണ്ണീശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു.